മാധ്യമ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് കണ്ടില്ലേ, മുഖഭാവം മാറിക്കൊണ്ടേയിരിക്കുന്നു. ആരുടെയാ? എന്റെ. എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കാൻ പറ്റും? ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പണ്ട് ഉണ്ടായിരുന്ന പോലെയല്ല. മധുസൂദനൻ നായർ സാർ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തോടൊപ്പം കുമാരനാശാൻ ഫൗണ്ടേഷന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തോടൊപ്പം ചുരുങ്ങിയ ദിവസങ്ങൾ പ്രവർത്തിക്കാനുള്ള അവസരവും ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇന്നലത്തെ വാർത്ത രാവിലെ മുതലുള്ള വർത്തമാനങ്ങൾ TV ഇട്ട് കണ്ടിട്ടുള്ളവരുണ്ട് എങ്കിൽ അടൂർ പ്രകാശിനെ അറസ്റ്റ് ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം കൊണ്ടുപോയിരിക്കുന്നു എന്ന് വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരുന്നതാണ്. എന്ത് ചെയ്യാം? ഒരു കാര്യം ഞാൻ പറയാം. SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതി നിയോഗിച്ചതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നിറവേറ്റുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ആ വിശ്വാസം ഞാൻ പറയുമ്പോഴും ഹൈക്കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് മാത്രമാണോ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നത് എന്നതിനെ കുറിച്ച് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കും. ആ അവസ്ഥ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് എന്തിനെ കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത്? അന്വേഷണം നടക്കുന്നത് സ്വർണ്ണക്കൊള്ള നടത്തിയ കാര്യത്തെക്കുറിച്ചാണോ, അതോ ആരുടെയെങ്കിലും ചിത്രം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവരെക്കുറിച്ച് അന്വേഷണമാണോ നടക്കുന്നത് എന്നതിനെ കുറിച്ച് ഇപ്പോൾ ഒരു സംശയം. MP എന്നുള്ള നിലയിൽ 2019 ഞാൻ ആറ്റിങ്ങൽ, തമ്പാട്ടൊക്കെ അറിയാം, 2019 ഞാൻ പാർലമെന്റ് അംഗം ആകുന്നത്. അതുവരെയും ഞാൻ MLA ആയി പ്രവർത്തിച്ച ഒരാളാണ്. അപ്പൊ MLA ആയി പ്രവർത്തിച്ചതിന് ശേഷം പാർട്ടി പറഞ്ഞതനുസരിച്ച് അത് ഏറ്റെടുത്തുകൊണ്ട് ആറ്റിങ്ങൽ പോയി ഞാൻ മത്സരിക്കാൻ വന്നു. നല്ല മനസ്സോടെ അല്ല വന്നത്. എങ്കിലും പാർട്ടി ഒരു നിർദ്ദേശം വെച്ചപ്പോൾ ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ആറ്റിങ്ങൽ പോയി മത്സരിച്ചു, വിജയിച്ചു. വിജയിച്ചു കഴിഞ്ഞ നാൾ മുതൽ, അതുപോലല്ല, എനിക്ക് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല, 96 മുതൽ തുടങ്ങിയ ഈ ഇതുപോലെ പലതിനെയും നേരിട്ടുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഓരോ സ്ഥാനമാനങ്ങളിലും എത്തിയപ്പോൾ അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി പറയാം, കറപുരളാത്ത കൈകളുമായി മുമ്പോട്ട് പോയി എന്നുള്ളത് തന്നെ ജനങ്ങൾ അംഗീകരിച്ച് മുമ്പോട്ട് പോയി. കാര്യങ്ങൾ വളരെ സ്പീഡി ആയിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളത് കൊണ്ടാണ് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് തോപ്പിൽ രവി ഫൗണ്ടേഷന്റെ ബഹുമാനായ ചെയർമാൻ. ഈ പരിപാടികളുടെ എല്ലാം കഴിഞ്ഞ 36 വർഷക്കാലമായി മുടങ്ങാതെ നടക്കുന്ന ഈ അനുസ്മരണ ചടങ്ങിന്റെ മുഖ്യ സംഘാടകൻ കൂടിയായിട്ടുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ അവരുടെ ഫൗണ്ടേഷന് പേരിൽ, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള രാഷ്ട്രീയത്തിൽ മുഖവിര ആവശ്യമില്ലാത്ത ബഹുമാനായ നേതാവ്, UDFന്റെ കൺവീനർ ശ്രീ അടൂർ പ്രകാശ് MP ആണ്. കാറും കോളും നിറഞ്ഞ കേരള രാഷ്ട്രീയത്തിൽ വൈദഗ്ധ്യമുള്ള ഒരു കപ്പിത്താനെ പോലെ ഐക്യജനാധിപത്യ മുന്നണി സംവിധാനത്തെ മുന്നോട്ട് നയിക്കുന്ന ശ്രീ അടൂർ പ്രകാശ്, അദ്ദേഹം വിജയങ്ങളുടെ ഒരു തോഴനാണ്, കൂട്ടുകാരനാണ്. എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുമ്പോഴൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ സാധിക്കുന്ന ഒരു
വിജയമന്ത്രം സ്വായത്തമാക്കിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ എന്ന് തന്നെ സൂചിപ്പിക്കാവുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് അഭിമാനകരമായിട്ടുള്ള വിജയങ്ങൾ നേടിയിട്ടുള്ള ബഹുമാനായ ശ്രീ അടൂർ പ്രകാശ്. അദ്ദേഹം നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്ത ഭരണാധികാരി എന്നുള്ള നിലയ്ക്കും കേരളത്തിൽ നിരവധിയായിട്ടുള്ള കേരളീയ സമൂഹത്തിനും കേരളത്തിലെ ജനങ്ങൾക്കും വേണ്ടി സംസ്ഥാനത്തിനും നിരവധിയായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള ശ്രീ അടൂർ പ്രകാശ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി അദ്ദേഹത്തിനെ ഒരു വിവാദ പുരുഷനാക്കാനുള്ള പാഴ്വേലകൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും ആ വേലകളൊന്നും വിലപ്പോവാകാത്ത ഒരു നേതാവാണ് ശ്രീ അടൂർ പ്രകാശ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും ഏറ്റവും കരുത്തുറ്റ നേതാവ്. നാളുകളിൽ ഈ സംസ്ഥാനം പാർട്ടിയും വളരെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന അദ്ദേഹം ഇന്ന് ഉദ്ഘാടകനായിട്ട് എത്തിയത് ഒരുപക്ഷെ കഴിഞ്ഞ 2 ദിവസങ്ങൾ കൊണ്ട് ഉണ്ടായ ഒരു തീരുമാനമാണ്. അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ് വരാമെന്ന് ഏറ്റിരുന്നതെങ്കിലും നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരുടെ ജാഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഇന്ന് ജാഥയ്ക്ക് അവധിയാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും എത്തിപ്പെടാം എന്നാണ് ബഹുമാനായ ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞിരുന്നതെങ്കിലും നാളെ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം അടക്കമുള്ള കണ്ണൂർ ജില്ലയിലെ ജാഥയുടെ പര്യടനം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് കണ്ണൂരിൽ തന്നെ നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തന്നെയാണ് ബഹുമാനായ UDF കൺവീനറോട് ഇന്ന് ഈ അനുസ്മരണ സമ്മേളനത്തിൽ എത്തണം എന്ന് ആവശ്യപ്പെടുകയും ഞാൻ ബന്ധപ്പെട്ടു. അപ്പോൾ തന്നെ വരാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും അച്ഛനുമായിട്ട് ഒരു KSU പ്രവർത്തകനായി അദ്ദേഹം ശ്രീനാരായണ കോളേജിൽ പഠിക്കുന്ന കാലം മുതലുള്ള ആത്മബന്ധത്തെ പറ്റിയൊക്കെ പല ആവർത്തി അദ്ദേഹം ഞങ്ങളെല്ലാവരുമായിട്ട് ആ ഓർമ്മകൾ പങ്കുവച്ചിട്ടുണ്ട്. അന്ന് പത്തനംതിട്ട ജില്ല രൂപീകൃതമാകുന്നതിന് മുമ്പുള്ള ആ കാലഘട്ടത്തെ പറ്റിയൊക്കെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിനെ ഉദ്ഘാടകനായി കിട്ടിയതിൽ. ബഹുമാനായ ഉദ്ഘാടകൻ ശ്രീ അടൂർ പ്രകാശ് MPയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തോപ്പിൽ രവി ഫൗണ്ടേഷന് വേണ്ടി ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സഹർഷം ഞാൻ നൽകുന്നത്, അവാർഡ് സമ്മാനിക്കുന്നത് ആരാധ്യനായ പ്രിയങ്കരനായ കവി ശ്രീ V മധുസൂദനൻ നായർ. അദ്ദേഹത്തിനെ ഒരുപക്ഷെ ഞാൻ പരിചയപ്പെടുത്തേണ്ടയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പറ്റി കേൾക്കാത്തതോ കാണാത്തതോ ആയിട്ട് ആരും തന്നെ ഇല്ല എന്ന് പറയാം. തലമുറകളെ ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ ക്യാമ്പസുകളിലായാലും പൊതുവേദികളിലായാലും സാംസ്കാരിക ചടങ്ങുകളിലൊക്കെ തന്നെ കവിത വീണ്ടും ജനകീയമാക്കാൻ ഒരു ഘട്ടം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഞാനടക്കമുള്ള വിദ്യാർത്ഥി സമൂഹത്തെയും അന്നത്തെ ചെറുപ്പക്കാരെ അടക്കം വീണ്ടും കവിതകളിലേക്ക് അവരുമായിട്ടുള്ള ഒരു അടുപ്പം കൂട്ടുവാനും കവിതകൾ ജനകീയമാക്കുവാനും കവിതകൾ എഴുതി അത് വ്യത്യസ്തമായ അദ്ദേഹത്തിന്റെ തന്നെ ശൈലിയിൽ അദ്ദേഹത്തിന്റെ മധുരമായ ശബ്ദത്തിൽ ആ കവിതകളെല്ലാം കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാരും മുഴുവൻ ആളുകളും ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇപ്പോഴും അതിനൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കവിതകൾ അത് സന്താനഗോപാലമാണെങ്കിലും അഗസ്ത്യ ഹൃദയമാണെങ്കിലും ഏറ്റവും അദ്ദേഹത്തിന്റെ സൂപ്പർ ഹിറ്റ് എന്നുള്ള ഭാഷ ഉപയോഗിക്കാമെങ്കിൽ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള നാറാണത്ത് ഭ്രാന്തൻ അടക്കമുള്ള കവിതകൾ കാണാതെ പഠിച്ച് അദ്ദേഹം ചൊല്ലുന്നത് കാസറ്റുകളിലൂടെ കേട്ട് അത് കാണാതെ പഠിച്ച് അതേ രീതിയിൽ ചൊല്ലി ഈ വിദ്യാർത്ഥികളുടെ ഇടയ്ക്കൊക്കെ താരമാകാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാനും എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രവർത്തന രംഗത്തെ അദ്ദേഹം DCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. വലിയ അടുപ്പം മാനസികമായി എന്നെ സ്നേഹിച്ചിരുന്ന ഒരു നേതാവാണ് ലഭിച്ചത്. ഞാൻ ഓർക്കുകയാണ്, രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന് ഞാനും ജില്ലാതലത്തിലേക്കൊക്കെ കടന്നു വന്നപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റായി കഴിഞ്ഞപ്പോഴൊക്കെ കൊല്ലത്ത് വെച്ച് കാണുമ്പോൾ അദ്ദേഹം ചോദിക്കും, വൈകിട്ട് എന്താ പരിപാടി? സാധാരണ നാട്ടിൻപുറത്ത് ചോദിക്കുന്ന ചോദ്യമല്ല. എന്താ പ്രസവ അല്പം കഴിഞ്ഞ് പോയാൽ പോരെ, നമുക്ക് വൈകിട്ട് ബീച്ചിൽ അല്പനേരം ഇരിക്കാം. ഞാൻ പറയും, എനിക്ക് ട്രെയിനിൽ പോകണം, അന്ന് വണ്ടിയൊന്നുമില്ല, എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്ത് മതിയാവും. എത്ര മണിക്കുണ്ടല്ലോ വണ്ടി, അതിൽ പോകാം. ഞങ്ങൾ എത്രയോ ദിവസങ്ങളിൽ കൊല്ലം ബീച്ചിൽ പോയിരുന്ന് സ്വകാര്യ ദുഃഖങ്ങളും സ്വകാര്യ സന്തോഷങ്ങളും പങ്കുവച്ചിട്ടുള്ളവരാണ്. അതൊരു വലിയ അനുഭവമാണ്. രവിചേട്ടനെ പോലെയുള്ള ഒരു ആളിന്റെ കൂടെ ഇരുന്ന് വർത്തമാനം പറയുക,
അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങൾ കേൾക്കുക, അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഇങ്ങോട്ട് പറയുക, എന്റെ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയുക. വളരെ അപൂർവം ആളുകളുമായിട്ട് അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ പങ്കുവെക്കാൻ കഴിയുള്ളൂ. അങ്ങനെ സ്വകാര്യത പങ്കുവയ്ക്കുവാൻ അവസരം തന്നിട്ടുള്ള രവിചേട്ടനെ ഞാൻ ഓർക്കുകയാണ്. പടർത്തുക എൻ്റെ ഈശ്വരോദകം ഏറ്റുവാങ്ങുക പിന്നെ പൊന്തുന്ന കരൾ തീയൻ കണ്ണിലും പടർത്തുക. 1000 കൂരം പെയ്തു നിന്നെഞ്ചിൽ ഞാനേ തീർത്ത തീലി ദുഷ്ടാത്മാവിൻ ഓർമ്മയുമൊടുക്കുക. ഈ വരികൾ എഴുതിയ മധുസാറിൻ്റെയും അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു സഹോദരനെ പോലെ ആശ്ലേഷിക്കുമായിരുന്ന ശ്രീനാഥിൻ്റെയും എല്ലാം സാന്നിധ്യത്തിൽ നിവേദി ധന്യമായി.